അവർ ചോദിച്ചതും പ്രാർത്ഥിച്ചതും ഉന്നം വെച്ചതും ഉദ്ദേശിച്ചതെല്ലാം കിട്ടി. ഒടുവിൽ അവർ പറയും, ഞാൻ ചോദിച്ചതെല്ലാം എൻ്റെ ദൈവം എനിക്ക് തന്നു. കറക്റ്റാ. പക്ഷേ എനിക്ക് അങ്ങനത്തെ സാക്ഷ്യം കേൾക്കുമ്പം വെപ്രാളമാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം, നിങ്ങൾ ചോദിക്കുന്നില്ലെന്നേ ഉള്ളു. മുഖം കാണുമ്പോൾ എനിക്കറിയാം, ഞങ്ങൾ പ്രാർത്ഥിച്ചതിനെല്ലാം ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മറുപടി തരുമ്പോൾ തനിക്ക് എന്നാ ഇത്ര വെപ്രാളമെന്ന്. നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ലെന്നേ ഉള്ളു, മുഖം നോക്കുമ്പോൾ എനിക്കറിയാം. വേറെ വിഷയമാണ്. ഞാൻ ഈ വിഷയം പറയുമ്പോൾ വേറെ വിഷയം എന്തിനാ? പ്രാർത്ഥിച്ചോ. ഞാൻ നിർത്തിക്കഴിഞ്ഞേ പ്രാർത്ഥിക്കാവൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ ചോദിച്ചതിനെല്ലാം ദൈവം എനിക്ക് മറുപടി നൽകി. ഇന്ന വിഷയം പ്രാർത്ഥിച്ചു, ദൈവം തന്നു. ഇന്ന കാര്യം ചോദിച്ചു, ദൈവം തന്നു. ഞങ്ങൾ ചോദിച്ച വിഷയത്തിലെല്ലാം ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മറുപടി നൽകി. ഇങ്ങനെയുള്ള സാക്ഷ്യം കേൾക്കുമ്പം എനിക്ക് വെപ്രാളമാണ്. അപ്പൊ നിങ്ങളിപ്പോ ചോദിക്കും, ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് മറുപടി തരുമ്പോൾ തനിക്ക് എന്നാ ഇത്ര ചോദിക്കുന്നില്ലെങ്കിലും അകത്ത് ചോദ്യം ഉദിച്ചു. എൻ്റെ മറുപടി, എനിക്ക് നിങ്ങളോടോ ദൈവത്തോടോ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം കിട്ടിയതിന് അസൂയ കൊണ്ടുമല്ല. എനിക്ക് വെപ്രാളം വരാൻ കാര്യം വേറൊരു വാക്യം എൻ്റെ അകത്തിരിക്കുന്നു. അതാ എനിക്ക് വെപ്രാളം. ഇപ്പം വീണ്ടും നിങ്ങൾക്കൊരു ചോദ്യം, ഇങ്ങനെ വെപ്രാളപ്പെടുത്തുന്ന വാക്യം പറഞ്ഞോ ബോലോ. ഒരു ഹിന്ദിയും കൂടി ഇരിക്കട്ടെ. നിങ്ങൾക്കും വെപ്രാളമുണ്ടോ? കേൾക്കാത്ത കൊണ്ട് വെപ്രാളം. കേൾക്കാത്ത കൊണ്ട് വെപ്രാളം. നിങ്ങളുടെ വെപ്രാളം മാറ്റാം, ഇപ്പം മാറ്റാം. അപ്പൊ ശ്രദ്ധിക്കുക, ഞങ്ങൾ ചോദിച്ചതിനെല്ലാം ദൈവം ഞങ്ങൾക്ക് മറുപടി നൽകി. പ്രാർത്ഥിച്ച വിഷയത്തിനെല്ലാം ദൈവം നീക്കുപോക്ക് നൽകി. എഴുന്നേറ്റ് ഞായറാഴ്ചയോ കൺവെൻഷൻ വേദികളിലോ അവസരം കിട്ടുമ്പോൾ പലരും സാക്ഷിക്ക് ഞാൻ എതിർക്കുകയല്ല. അങ്ങനത്തെ സാക്ഷ്യം കേൾക്കുമ്പം എനിക്ക് വെപ്രാളമാണ്. അതെന്നാ വെപ്രാളം? വേറൊരു വാക്യം എൻ്റെ അകത്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് വെപ്രാളം. ഒന്ന് ശക്തമായിട്ട് വായിച്ചു തരണം ആ വാക്യം, എന്നെ വെപ്രാളപ്പെടുത്തുന്ന വാക്യം. ഇനി തന്നെ ഞാൻ ബൈബിൾ ഇങ്ങോട്ട് താ, ഞാൻ പറയുന്നത് പോലെ വായിച്ചു തരണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. എഴുന്നേറ്റ് പോകരുത്. ഇപ്പൊ പറയാ. എനിക്ക് വെപ്രാളം വരാനുള്ള കാര്യം ഞാൻ പറയുമ്പോൾ വായിച്ചു തരണം. ഈ 15-ാമത്തെ വാക്യം ആദ്യം, അതിന്റെ ആരംഭ ഭാഗം വായിക്കണം. 15 ഉറക്കെ വായിക്കണം, മൈക്ക് ചേർത്ത് പിടിച്ച് വായിക്കണം. എനിക്ക് വെപ്രാളം വരാൻ വാക്യം വായിരും. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. നിർത്തിക്ക. ഞാൻ പറയാൻ പോലെ വായിക്കണം. എല്ലാരും എന്നെ നോക്ക്. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അതാണ് നമ്മുടെ സാക്ഷ്യം. ചോദിച്ചത് ഇന്ന വണ്ടി, ഇന്ന വീട്, ഇന്ന വസ്തു, ഇന്ന ജോലി, ഇന്ന സാലറി, ഇന്ന രാജ്യത്ത് പോകണമെന്ന് പ്രാർത്ഥിച്ചു, കിട്ടി, ലഭിച്ചു, സാക്ഷ്യം പ്രസ്താവിച്ചു. ഉപദേശ ഞാനാണ് പറയാൻ, നമ്മുടെ സഹോദരന് ദൈവം കൊടുത്ത നന്മയ്ക്കായി എല്ലാവരും ചേർന്നൊരു കല്ലേലിയ. ഇപ്പോഴത്തെ ഉപദേശക്കാരും പാട്ടുകാരി ചിലരൊക്കെ പറഞ്ഞ ഒരു നല്ല കല്ലേലിയ. ഏതാടാ ചീത്ത കല്ലേലിയ? കല്ലേലിയ മുഴുവൻ നല്ലതാ. ഊളത്തരമെല്ലാം വിളിച്ച് പറയും. ഒരു നല്ല കല്ലേലിയ. അപ്പാണ്ട് ഒള്ളുകാലത്തെ കല്ലേലിയ ആ സൈഡിലെങ്ങാണ്ട് ഉദ്ദേശിച്ചത് ഉറക്ക ഹല്ലേലിയ പറയാനാ. അതങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരെ. വിഷയം വിട്ടേക്കാം. ഇനി അത് പറഞ്ഞൊരു ആലോക്യം പിന്നെ ഉണ്ടാകണ്ട. അപ്പൊ ശ്രദ്ധിക്കുക, ഞങ്ങൾ ചോദിച്ചതിനെല്ലാം ദൈവം ഞങ്ങൾക്ക് മറുപടി നൽകി, വിടുതല നൽകി, രക്ഷ നൽകി, നന്മ നൽകി. ഹല്ലേലൂയ പറഞ്ഞ് എല്ലാവരും ചേർന്ന് പറയാം. അപ്പൊ ഇവിടെ വായിച്ചതാ, അവരപേക്ഷിച്ചത്. ഒന്നുകൂടെ ഉറക്കെ സ്ഫുടമായിട്ട് വായിക്കും, കേക്കട്ടെ. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. നിർത്തിക്കേ. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. വിടുതലിന്റെ സാക്ഷ്യമാ. പക്ഷേ എനിക്ക് വെപ്രാളം വരാൻ കാര്യം എന്നാന്നറിയാമോ? അടുത്ത വാക്യം കൂടെ വായിര്. എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. അതാ എനിക്ക് വെപ്രാളം. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ചേർത്ത് വായിച്ചോണം. എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചെന്ന്. എന്നെ കേൾക്കുന്ന ആദരണീയ കർത്തദാസന്മാരോടും ബഹുമാന്യ ദൈവമക്കളോടും ഓൺലൈനിലുള്ള പ്രിയപ്പെട്ടവരോടും പറയട്ടെ, നീ പ്രാർത്ഥിച്ചതിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും, നീ എഴുതി വെച്ച വിഷയത്തിനെല്ലാം വിടുതൽ കിട്ടിയില്ലെങ്കിലും, നീ ചോദിച്ചതിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും, നിന്റെ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്.